കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 1 മുതലുള്ള തിരുവചന ഭാഗം. ഒരു സാബത്ത് ദിവസം യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് കൈകൾ കൊണ്ട് തിരുമ്മി തിന്നു. ഫരിസേയരിൽ ചിലർ ചോദിച്ചു, സാബത്തിൽ നിഷിദ്ധമായത് നിങ്ങൾ ചെയ്യുന്നതെന്ത്? അവൻ മറുപടി പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവൻ അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, ഇന്നലെ നമ്മൾ എങ്ങനെ ജീവിച്ചു അതൊരു പ്രശ്നമല്ല. ഇന്ന് നമ്മളെങ്ങനെ ജീവിക്കും, മുമ്പോട്ട് നമ്മളെങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. ഞാൻ ഇന്നത്തെ ആത്മീയ ഭോജ്യത്തിലും സൂചിപ്പിച്ച ഒരു കാര്യം, നമുക്ക് സഭയിലുള്ള വിശുദ്ധരെല്ലാം തുടക്കം മുതലേ വിശുദ്ധരായി ജീവിച്ചവരല്ല. തുടക്കത്തിൽ വളരെ മോശമായി ജീവിച്ചിട്ട് പിന്നീട് മാനസാന്തരപ്പെട്ട് നന്നായിട്ട് ജീവിച്ച പല വിശുദ്ധരെക്കുറിച്ചും നമുക്ക് പഠിക്കാൻ പറ്റും. വിശുദ്ധ അഗസ്തീനോസ് എങ്ങനെയായിരുന്നു, വിശുദ്ധ പൗലോസ് എങ്ങനെ ജീവിച്ചതാണ്, വിശുദ്ധ മറിയം മഗ്ദലേന എങ്ങനെ ജീവിച്ചതാണ്. പക്ഷെ അവരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റം വന്നു, അവർ വിശുദ്ധരായി മാറുകയും ചെയ്തു. തുടക്കം മുതലേ വിശുദ്ധരായി ജീവിച്ച ഇപ്പോൾ ഡൊമിനിക് സാവിയ, അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാഴ്ത്തപ്പെട്ട ഇമൽഡ, ലീമായിലെ വിശുദ്ധ റോസ്, അവരുടെയൊക്കെ കാര്യം എടുത്താൽ തുടക്കം മുതൽ ചെറുപ്പം മുതൽ അവർ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് കൊതിച്ചു, പ്രയത്നിച്ചു, അത് അവർക്ക് സാധ്യമാവുകയും ചെയ്തു. എസെക്കിയേൽ 33-ാം അധ്യായം തരുന്നൊരു കാതലായ സന്ദേശം വേണമെങ്കിൽ മനസ്സിലാക്കാൻ ഞാൻ ഇങ്ങനെ പറയാം. 50 വർഷം മോശമായിട്ട് ജീവിച്ച ആൾ അതിനുശേഷം മാനസാന്തരപ്പെട്ട് നന്നായിട്ട് ജീവിച്ചു. ഒരു 50 ദിവസം നന്നായിട്ട് ജീവിച്ചു. കഴിഞ്ഞ 50 വർഷത്തെ അവരുടെ പാപജീവിതത്തിൻ്റെ എല്ലാ കെടുതിയും അതിലൂടെ തീർന്നുപോയി. അവർ ഞാൻ ഇങ്ങനെ ജീവിച്ചതാണല്ലോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന്. യെശയ്യാ 43-ന്റെ 25-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നിൻ്റെ ഇന്നലകളിലെ പാപങ്ങൾ ഇനി ഒരിക്കലും ഞാൻ ഓർത്തിരിക്കില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾ ഒരു കാലത്ത് എങ്ങനെ ജീവിച്ചതാണ് നിങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങളത് വിട്ടിട്ട് ഒരു നല്ല ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നു. അതേക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ആ ജീവിതം തുടരാൻ നിങ്ങൾ പരിശ്രമിക്കുക. അതല്ലാതെ ഇന്നലകളെക്കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകളും കുറ്റബോധവും അത് നിങ്ങൾ കൊണ്ട് നടന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള നഷ്ടം വരും. നമുക്കറിയാമല്ലോ, പൗലോസ്ലീഹ ഒരു കാലത്ത് സഭയെ ഇടിച്ചു പൊളിച്ചവൻ. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അവൻ വീട് തോറും കയറി ക്രിസ്തുമതം സ്വീകരിച്ചവരെ കണ്ടുപിടിച്ചു വലിച്ചിഴച്ചു കൊണ്ടുവന്ന് എന്തെല്ലാം ക്രൂരത കാട്ടിയവന്. പക്ഷെ 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുക, കർത്താവിനെ അവൻ കണ്ടുമുട്ടി. 10 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ അവൻ പിന്നെ പഴയതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. കർത്താവിന് വേണ്ടി ചിന്തിച്ചു, സഭയ്ക്ക് വേണ്ടി ചിന്തിച്ചു, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ചു. അത് സാധ്യമാവുകയും ചെയ്തു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്നലകൾ മറക്കാൻ, എന്നിട്ട് ഇനി മുമ്പോട്ട് നന്നായിട്ട് ജീവിക്കാൻ സാധിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇതില്ലാതെ പോയാൽ, ഈ പ്രത്യാശയില്ലാതെ പോയാൽ ഒത്തിരി പേര് കുറ്റബോധത്തിൽ ജീവിക്കും. കുറ്റബോധം മൂത്താൽ മാനസിക രോഗമായിട്ട് മാറാം. അത് അവർക്ക് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങൾക്കും വലിയ ഭാരമായി മാറും എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നു, യേശു താൻ ആരാണെന്ന് സ്ഥാപിക്കുന്ന, തൻ്റെ പഠനങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് സ്ഥാപിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പക്ഷേ നിങ്ങൾ വിചാരിച്ചേക്കാം, അവരാ കതിര് പറിച്ച് തിന്നതാണ് പ്രശ്നം. അല്ല,
നമുക്കറിയാൽ ഇന്നും ഗൾഫിലെ നിയമം അനുസരിച്ച് ഈ പബ്ലിക് റോഡിൽ നിൽക്കുന്ന ഈന്തപ്പനയിലുണ്ടാകുന്ന ആ ഒരു ഇത് ഡേറ്റ്സ് പറിച്ചു തിന്നാം. പക്ഷെ വെട്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത് പോലീസ് പിടിക്കും. പറിച്ചു തിന്നാം, അവരുടെ വിശപ്പടക്കാൻ വേണ്ടി അവർക്കത് പറിച്ചു തിന്നാം. പറഞ്ഞ പോലെ ഈ കതിര് പറിച്ച് അത് അവർ വിശന്നപ്പോൾ തിന്നുന്നതിനേക്കാൾ അവർ പരിസയ പ്രമാണികൾ പ്രശ്നമായിട്ട് കണ്ടത് കൈക്കകത്തിട്ട് തിരുമി. അതൊരു പണിയാണ്. എന്നാൽ അത് പണി ചെയ്ത് സാബത്ത്. നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എന്ന് വേണേലും നമുക്ക് പണിയണമെന്ന് തോന്നിയാൽ നമ്മൾ പണി ചെയ്യും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം സാബത്ത് ദിവസം തലേ ദിവസം തന്നെ അവർ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെക്കും. സാബത്ത് ദിവസം ഒരു പണിയും സ്വിച്ച് അമർത്തുന്നത് തന്നെ പണിയായിട്ട് അവർ കണ്ടിരുന്നു. അപ്പോൾ പിന്നെ ഈ കൈക്കകത്തിട്ട് ഈ ഇത് ധാന്യം തിരുമിയത് പണിയായിട്ട് കാണാതിരിക്കുമോ? അതായിരുന്നു പ്രശ്നം. നമ്മൾ കാണുന്നു കർത്താവ് അത് വെച്ച് അവരെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അവരോട് പറഞ്ഞൊരു കാര്യം, നിയമപാലകരാകുന്നതിനേക്കാൾ സ്നേഹം ജീവിക്കാൻ പഠിക്കുക. അതാണ് ക്രിസ്ത്യാനിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്, സ്നേഹം ജീവിക്കുക. കർത്താവ് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നിയോഗശുദ്ധി. നമ്മൾ എത്ര പേര് അത് ശ്രദ്ധിക്കും? നിയോഗശുദ്ധി. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ നിയോഗശുദ്ധിയോടുകൂടി ചെയ്യണം. മറ്റൊരാൾ ചെയ്ത കാര്യത്തിൻ്റെ നിയോഗശുദ്ധി നമുക്കറിയാൻ മേല. അതുകൊണ്ട് വിവരം അറിയാതെ വിളിച്ചു പറയണതോ പറഞ്ഞു നടക്കുന്നതോ നമുക്കത്ര ഭൂഷണമല്ല. നിയോഗശുദ്ധി ഇവിടെ നമ്മൾ കാണുകയാണ്. കർത്താവ് തന്നെ തിരിച്ചു ചോദിച്ചൊരു ചോദ്യം, ദാവീദും അനുചരന്മാരും അവരെന്താ ചെയ്തേ? പുരോഹിതർക്ക് മാത്രം കഴിക്കാവുന്ന ആ കാഴ്ച അർപ്പം അത് അവരെടുത്ത് ഭക്ഷിച്ചില്ലേ? എന്നിട്ട് എങ്ങനെയാണ് അവർ കുറ്റമറ്റവരായത്? നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നമ്മൾ അവസാനം കുറ്റക്കാരായി മാറും. വരാതിരിക്കാനായിട്ട് മറ്റുള്ളവർ എന്തുദ്ദേശത്തോടു കൂടി ചെയ്തു. ഞാനൊരു വീട്ടിൽ പോയത് ഒരു മാനസാന്തരം അവിടെ സംഭവിക്കാനോ ആത്മഹത്യ ഒഴിവാക്കാനോ വേണ്ടിയായിരിക്കാം എൻ്റെ നിയോഗം. ഞാൻ ആ നിയോഗത്തോടു കൂടി പോയതാണ്. പക്ഷേ ഞാൻ പോകുന്നതും തിരിച്ചു വരുന്നതും കാണുന്നൊരു വ്യക്തിക്ക് അവിടെ ആരോ ആയിട്ട് എന്തോ അവിഹിത ബന്ധമുണ്ട് കേട്ടോ, അല്ലേ പിന്നെ അച്ഛൻ അവിടെ പോകേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെ വേണം ചിന്തിക്കാൻ. അതാണ് നിയോഗശുദ്ധി മനസ്സിലാക്കാതെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ എവിടം വരെ പോകും, എന്തുമാത്രം കാട് കയറി നമുക്ക് പോകാം എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഹൃദയം പരിശോധിക്കുന്ന കർത്താവാണ് കൃത്യമായിട്ട് ഓരോരുത്തരുടെയും നിയോഗശുദ്ധി അത് തിരിച്ചറിയുന്നത്. നല്ല നിയോഗശുദ്ധിയോടുകൂടി ചെയ്യുന്ന ഏത് കാര്യവും, ഉപവസിക്കുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ ആയിക്കോട്ടെ, വേറൊരാൾ കണ്ടിട്ട് പിന്നെ ആഭാസനും ഭക്ഷണ കൊതിയനുമാണെന്ന് അവർക്ക് വേണമെങ്കിൽ സംസാരിക്കാൻ പറ്റും. പക്ഷേ ഈ വ്യക്തി അത് കഴിച്ചത് ചിലപ്പം നിയോഗശുദ്ധിയോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്താനും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടിയായിരിക്കാം. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്കില്ലാതെ പോയാൽ നമ്മൾ പല പാപത്തിലും വീഴും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. യേശു പറഞ്ഞൊരു കാര്യം, അവൻ സാബത്തിനേക്കാൾ വലിയവനാണ്. സാബത്തിനേക്കാൾ യേശുവിനെ പോലെ വലിയവനായി മറ്റാരുണ്ട്? നമ്മൾ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആൾക്കൂട്ടം പറയുന്നത് എന്താണ് എന്നതിനേക്കാൾ യേശു എന്നെക്കുറിച്ച് പറയുന്നത് എന്താണ്, അതായിരിക്കും എനിക്ക് പ്രധാനപ്പെട്ടത്. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഉയർത്തണം. ഗലാത്യർ 1:10 വായിച്ചാൽ പൗലോസിലെ പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യനെയാണ് ഞാൻ മാനിച്ചതെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷകനാകുന്നതിൽ എനിക്ക് വീഴ്ച വന്നേനെ. ഇന്ന് നമുക്കൊക്കെ ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, ദൈവം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? ഞാൻ പരമരഹസ്യമായിട്ട് ഒരു ഈച്ച പോലും കാണാതെ ചെയ്തൊരു പാപപ്രവൃത്തിയാണേലും ദൈവം അത് കണ്ടിട്ടുണ്ട്. അത് കാണാത്ത മനുഷ്യരെ നമ്മളെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തേക്കാം. പക്ഷെ ദൈവത്തിന് മുമ്പിൽ നമുക്ക് എന്താ ആദരവ് ലഭിക്കുക? അതുകൊണ്ട് മനുഷ്യരെ മാനിക്കുന്നതിനേക്കാൾ ദൈവത്തെ മാനിക്കുന്ന ആ ഒരു കാഴ്ചപ്പാട് അത് നമുക്കുണ്ടാകണം. അങ്ങനെയാണ് ദൈവം മറ്റാരെയുംകാൾ വലിയവനായി എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ മാറിയിരിക്കുന്നു എന്ന് പറയാൻ പറ്റുക. 1 പത്രോസ് 3:15 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കണം. ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുക, ബാക്കിയെല്ലാം അതിൻ്റെ താഴെ നിന്നോളും. ഈ ഒരു മനോഭാവത്തിൽ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.